PSC വിളിച്ചിട്ടുള്ള അക്കൗണ്ടൻ്റ് തസ്തികയിലേക്കുള്ള കുറേ ക്വസ്റ്റ്യൻസാണ്. കമ്പനി, ബോർഡ്, കോർപ്പറേഷൻ ഇവകളിലേക്ക് അക്കൗണ്ടൻറ്റിനെ വിളിച്ചിട്ടുണ്ട്. ആ തസ്തികയിലേക്കുള്ള ചില ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്കായി പറയുന്നത് കഴിഞ്ഞ തവണ, അതായത് 2022 നടത്തിയ ചോദ്യങ്ങളുടെ കുറേ ചോദ്യങ്ങൾ. അത് ചോദ്യങ്ങൾ വെറുതെ വിശദീകരിച്ച് അല്ലെങ്കിൽ വെറുതെ പറഞ്ഞു പോവുകയല്ല, അതിന് കൃത്യമായ ഒരു അടിത്തറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരങ്ങൾ എങ്ങനെ വന്നതാണ്, അത് വരാനുള്ള കാരണം എന്താണ്, എന്തുമായി ബന്ധപ്പെട്ടതാണ് ആ ചോദ്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യങ്ങൾ ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാതെ വരും. ശരി, അപ്പോൾ നല്ല ജോലിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതാണ്. അപ്പോൾ ആ പ്രതീക്ഷയ്ക്കൊത്ത് നിങ്ങൾ പഠിക്കുക കൂടെ ചെയ്യണം. എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് തുടങ്ങാം. ശരി, ഞാനിന്ന് പറയുന്നത് കഴിഞ്ഞ 2022 ഇതേ തസ്തികയ്ക്ക് കേരള PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിലെ കുറച്ച് അക്കൗണ്ടിങ് പാർട്ടാണ് ഇപ്പോൾ പറയുക. ഇപ്പോൾ വിശദമായ സിലബസ് വന്നിട്ടുണ്ട്. ഏതാണ്ട് 10ഓളം മോഡ്യൂൾ അതിനകത്തുണ്ട്. അതിൽ ഒരു മോഡ്യൂൾ അക്കൗണ്ടിങ്, ഒരു മോഡ്യൂൾ കോസ്റ്റിംഗ്, ഒരു മോഡ്യൂൾ മാനേജ്മെൻറ്റ്, ഒരു മോഡ്യൂൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അങ്ങനെ കുറേ ഉണ്ട്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, ഇങ്ങനെയൊക്കെയാണ്. അതിൽ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങളാണ് പറയുന്നത്. ശരി, തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം, an item is valued at the exchange price at the date of acquisition and shown in the financial statement at that value or an amortized portion of it. This is as per the principle of dash. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ക്വസ്റ്റ്യൻ മനസ്സിലായാൽ ആൻസർ നമുക്ക് അറിയാവുന്നതാണ്. ഒത്തിരി ആൻസർ നമ്മുടെ മനസ്സിലിരിപ്പുണ്ട്. ഈ ചോദ്യം ആ ഉത്തരങ്ങൾ ഏത് ചോദ്യത്തിൻ്റെ അടുത്ത് പ്രയോഗിക്കുമെന്നുള്ളതേ നമുക്കൊരു സന്ദേഹമുള്ളൂ. അപ്പോൾ ഇതാണ്, an item is valued at the exchange price at the date of acquisition and shown in the financial statement at that value or an amortized portion of it. This is as per the principle of dash. അതായത് ഒരൈറ്റം നമ്മൾ വാങ്ങുന്നു, ഏതെങ്കിലും ഒരു സാധനം തിരിക്കട്ടെ, ഇപ്പോൾ കുറച്ച് ഫർണിച്ചർ അല്ലെങ്കിൽ ഒരു മെഷീനറി ഏതെങ്കിലും ഒന്ന് വാങ്ങുന്നു. an item is valued at the exchange price at the time of its acquisition. ഇന്ന് നമ്മളൊരു കാറ് വാങ്ങുന്നു എന്നിരിക്കട്ടെ, അതിന് കൊടുക്കേണ്ടി വരുന്നത് ഇന്നത്തെ എക്സ്ചേഞ്ച് പ്രൈസ് അല്ലേ, എക്സ്ചേഞ്ച് വാല്യൂ അല്ലേ കൊടുക്കണ്ടേ. അപ്പം എന്നാണോ ഒരു അസറ്റ് വാങ്ങുന്നത് അന്ന് അതിന് കൊടുക്കേണ്ടി വരുന്ന വിലയാണ് യഥാർത്ഥത്തിൽ ആ സാധനത്തിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. an asset is valued at the exchange price at the date of its acquisition. ഒരു അസറ്റ് വാല്യൂ ചെയ്യുന്നത് അത് വാങ്ങുന്ന ഡേറ്റിൽ അതിന് എന്ത് വിലയുണ്ടോ ആ വിലയ്ക്കാണ് അത് വാല്യൂ ചെയ്യുക. മാത്രമല്ല, ഇറ്റ് വിൽ ബി ഷോൺ ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അറ്റ് ദാറ്റ് വാല്യൂ. അത് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത് ആ വിലയ്ക്ക് തന്നെയായിരിക്കണം. ഓർ ആൻ അമോർട്ടൈസ്ഡ് പോർഷൻ ഓഫ് ഇറ്റ്, അല്ലെങ്കിൽ
അമോർട്ടൈസ്ഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? പറയാം. നമ്മളൊരു കാർ വാങ്ങി, അതിന് 2 ലക്ഷം രൂപയാണ്. ആ 2 ലക്ഷം രൂപയാണ് വാങ്ങുന്ന സമയത്തുള്ള അതിൻ്റെ എക്സ്ചേഞ്ച് പ്രൈസ്, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് വാല്യൂ 2 ലക്ഷം രൂപയാണ്. ദാറ്റ് വാല്യൂ വിൽ ബി ഷോൺ ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് അകത്ത് കാണിക്കേണ്ടത് ആ വിലയാണ്, അല്ലെങ്കിൽ അതിൻ്റെ അമോർട്ടൈസ്ഡ് പോർഷനാണ്. അത് അപ്പോഴല്ല, അത് പിന്നീട് വരുമ്പോൾ അതിൻ്റെ അമോർട്ടൈസ്ഡ് പോർഷൻ. എന്താണ് ഈ അമോർട്ടൈസ്ഡ് പോർഷൻ? ഡിപ്രിഷിയേറ്റ് ചെയ്തതിന് ശേഷമുള്ള വില, അതാണ് അമോർട്ടൈസ്ഡ് പോർഷൻ. 2 ലക്ഷം രൂപയ്ക്ക് വാങ്ങി, 1 വർഷം കഴിഞ്ഞപ്പോൾ 10,000 രൂപ ഡിപ്രിസിയേഷൻ ഉണ്ടായി. അതങ്ങ് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 1,90,000 രൂപയുണ്ട്. ആ വില കാണിക്കണം. ചുരുക്കി ഇത് പറയുന്നത്, when an item is purchased or when an asset is purchased, it should be recorded in the books at the cost incurred for its acquisition. ഒരു അസറ്റ് നമ്മൾ വാങ്ങുമ്പോൾ അത് അത് വാങ്ങാൻ വേണ്ടി എന്ത് വിലയാണോ നമ്മൾ കൊടുത്തത് എന്നല്ല, ദ കോസ്റ്റ് ഇൻകേർഡ്. അത് ചിലപ്പോൾ കൊടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് കൊടുത്തതാണ്, ബാക്കി പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഒരു അസറ്റ് വാങ്ങുന്നതിന് ആ വാങ്ങുന്ന സമയത്ത് എത്ര രൂപ നമുക്ക് ചിലവായ, വാട്ട് വിൽ ബി ദ കോസ്റ്റ് ഇൻകേർഡ് ഫോർ ദി അക്വിസിഷൻ ഓഫ് ആൻ അസറ്റ് ഓർ അക്വിസിഷൻ ഓഫ് എ തിങ്, ദാറ്റ് എമൗണ്ട് ഈസ് കാൾഡ് ദ കോസ്റ്റ് ഓഫ് ദി അസറ്റ്. അതാണ് ആ അസറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ ദ അക്വിസിഷൻ ഓഫ് ആൻ അസറ്റ് ഈസ് കാൾഡ് ദ കോസ്റ്റ് ഓഫ് ദി അസറ്റ്. അതാണ് അസറ്റിൻ്റെ കോസ്റ്റ്. ഇറ്റ് വിൽ ബി ഷോൺ ഇൻ ദി ബാലൻസ് ഷീറ്റ് അറ്റ് ഇറ്റ്സ് കോസ്റ്റ്, or it will be shown in the financial statements at its cost. അത് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ വാങ്ങുന്നതിന് വേണ്ടി നമുക്ക് ചിലവായത് എത്ര രൂപയാണോ, ചിലവുണ്ടായത് എത്ര രൂപയാണോ, അതാണ് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അത് എഴുതേണ്ടത് ആ കോസ്റ്റിലായിരിക്കണം. ദെൻ ഇൻ ദി സബ്സീക്വൻറ്റ് ഇയേഴ്സ്, തുടർന്ന് വരുന്ന വർഷങ്ങളിൽ, ദാറ്റ് വാല്യൂ ഓർ ആൻ അമോർട്ടൈസ്ഡ് പോർഷൻ ഓഫ് ഇറ്റ്, അല്ലെങ്കിൽ തുടർന്ന് വരുന്ന വർഷങ്ങളിൽ അത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് അതിൻ്റെ ഡിപ്രിസിയേഷൻ കുറച്ചിട്ട് ബാക്കി എഴുതണം, വിത്തൗട്ട് കൺസിഡറിങ് ദ മാർക്കറ്റ് വാല്യൂ. അതായത് നമ്മളിപ്പോൾ ഒരു അസറ്റ് വാങ്ങി, അത് ഇപ്പോൾ അസറ്റ് വാങ്ങിയപ്പോൾ തന്നെ ചിലവായ എമൗണ്ട് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ അസറ്റ് നമ്മൾ ബുക്കിൽ എഴുതേണ്ടത് അറ്റ് ഇറ്റ്സ് കോസ്റ്റ് 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ട് എഴുതണം. ആൻഡ് ഇൻ ദി സബ്സീക്വൻറ്റ് ഇയേഴ്സ് ഇറ്റ് വിൽ ബി ഷോൺ ഇൻ ദി ബുക്സ് അറ്റ് ഇറ്റ്സ് കോസ്റ്റ് ലെസ് ഡിപ്രിസിയേഷൻ വിത്തൗട്ട് കൺസിഡറിങ് ദ മാർക്കറ്റ് വാല്യൂ. അടുത്ത വർഷം ഇത് ബുക്കിൽ എഴുതേണ്ടത് ഇതിൻ്റെ കോസ്റ്റിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ചിട്ട് ബാക്കി എഴുതണം. മാർക്കറ്റ് വാല്യൂ എന്ത് എന്ന് നോക്കാൻ പാടില്ല. മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1 വർഷം കഴിയുമ്പോഴേക്ക് ഒരുപക്ഷെ ഈ അസറ്റിന് 2.5 ലക്ഷം രൂപ വില കാണും. അത് എഴുതരുത്. യു ഷുഡ് നോട്ട് കൺസിഡർ ദ മാർക്കറ്റ് വാല്യൂ. അത് തുടർന്ന് വരുന്ന വർഷങ്ങളിൽ കോസ്റ്റിൽ നിന്ന് അത് അമോർട്ടൈസ് ചെയ്ത പോർഷൻ എത്രയാണോ അത് കുറച്ചിട്ട് ബാക്കി എഴുതണം, വിത്തൗട്ട് കൺസിഡറിങ് ദ മാർക്കറ്റ് വാല്യൂ. ഇങ്ങനെ എഴുതണമെന്ന് പറയുന്ന പ്രിൻസിപ്പിൾ, ഇതൊരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിളാണ്. അതായത് when an asset is purchased or when an item is purchased, it should be recorded in the books at its cost, and in the subsequent years it will be shown in the books at cost less depreciation without considering the market value. ഒരു അസറ്റ് വാങ്ങുമ്പോൾ അത് നമ്മുടെ ബുക്കിൽ എഴുതേണ്ടത് അത് വാങ്ങാൻ വേണ്ടി ചിലവായ എമൗണ്ട്, അതായത് അതിൻ്റെ കോസ്റ്റ് ആയിരിക്കണം. തുടർന്ന് വരുന്ന വർഷങ്ങളിൽ ആ കോസ്റ്റിൽ നിന്ന് എത്ര രൂപ ഡിപ്രിസിയേഷൻ ഉണ്ടായിട്ടുണ്ടോ അത് കുറച്ചിട്ട് ബാക്കി എഴുതണം.
വിത്തൗട്ട് കൺസിഡറിങ് ദ മാർക്കറ്റ് വാല്യൂ. ആ സാധനത്തിന് അന്നത്തെ മാർക്കറ്റ് വാല്യൂ എന്താണ് എന്ന് പരിഗണിക്കാനേ പാടില്ല. ഇങ്ങനെ എഴുതണമെന്ന് പറയുന്ന കൺസെപ്റ്റിനെയാണ്, അല്ലെങ്കിൽ ആ പ്രിൻസിപ്പിളിനെയാണ് കോസ്റ്റ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയും. കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയും, അല്ലെങ്കിൽ കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയും. അപ്പോൾ ഏത് പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് എഴുതുന്നതാണ് ഇങ്ങനെ എഴുതുന്നത് എന്നാണ് ചോദിച്ചത്. നമ്മളിപ്പോൾ ഒരു കാര്യം പറയുന്നത്, നമ്മളിപ്പോൾ ഒരു അസറ്റ് വാങ്ങി, അതിന് യഥാർത്ഥത്തിൽ 4 ലക്ഷം രൂപ വിലയുണ്ട്. നമുക്കൊരാൾ അത് 3 ലക്ഷം രൂപയ്ക്ക് തന്നു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കോസ്റ്റ് 3 ലക്ഷം രൂപയുള്ളൂ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുക്കിൽ അത് റെക്കോർഡ് ചെയ്യേണ്ടത് ആ 3 ലക്ഷം രൂപയായിരിക്കണം. കാരണം നിങ്ങൾക്കതിൻ്റെ വാല്യൂ 3 ലക്ഷമേ ഉള്ളൂ. തുടർന്ന് വരുന്ന വർഷങ്ങളിൽ അതിൻ്റെ കോസ്റ്റിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ചിട്ടെഴുതും. അപ്പോൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ദ എമൗണ്ട് ഇൻകേർഡ് ഫോർ ബൈയിങ് ആൻ അസറ്റ് ഓർ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ ബൈയിങ് ആൻ അസറ്റ്. ഒരു സാധനം വാങ്ങാൻ വേണ്ടി ചിലവാകുന്ന എമൗണ്ടാണ്. ചിലവാകുന്ന എമൗണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ വില മാത്രമല്ല, നമ്മൾ വാങ്ങുന്ന അത് ആരാണോ വിറ്റത് അവന് കൊടുത്ത വില, പിന്നെ അത് ആ വാങ്ങാൻ വേണ്ടി നമുക്ക് ചിലവായ എമൗണ്ട്, മറ്റ് ചിലവുകൾ, ബ്രോക്കറേജ് കമ്മീഷനൊക്കെ കാണും. അത് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള ചിലവ്, അത് ബിസിനസ്സിൽ കൊണ്ടുവന്ന് ഇറക്റ്റ് ചെയ്യാനുള്ള ചിലവ്, ഇതൊക്കെ കോസ്റ്റിൻ്റെ പോർഷനായിട്ട് വരും. അതാണ് അസറ്റ് വാങ്ങാൻ വേണ്ടി കൊടുത്തത് എന്നല്ല പറയുന്നത്. എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ ബൈയിങ് ആൻ അസറ്റ് ഷുഡ് ബി കൺസിഡർഡ് ആസ് ഇറ്റ്സ് കോസ്റ്റ് അല്ലേ? അത് ബുക്കിൽ എഴുതുമ്പോൾ ഇൻ ദി ബുക്സ് ഇറ്റ് ഷുഡ് ബി റെക്കോർഡഡ് ഇറ്റ് അറ്റ് ഇറ്റ്സ് കോസ്റ്റ്. ഇൻ ദി സബ്സിക്വൻറ്റ് ഇയേഴ്സ് ഇറ്റ് വിൽ ബി ഷോൺ ഇൻ ദി ബുക്സ് അറ്റ് കോസ്റ്റ് ലെസ് ഡിപ്രിസിയേഷൻ. ദിസ് പ്രിൻസിപ്പിൾ ഈസ് കാൾഡ് കോസ്റ്റ് പ്രിൻസിപ്പിൾ. ഇതിന് കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്നാണ് പറയാം. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമുക്ക് ഒരുപാട് പറയാം. എന്താണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ? അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ എ സെറ്റ് ഓഫ് ഓർ എ യൂണിഫോം സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ്. Accounting principles are a uniform set of rules and guidelines developed for the purpose of ensuring uniformity and easy understanding of accounting information. യൂണിഫോമിറ്റിയും അണ്ടർസ്റ്റാൻഡബിലിറ്റിയും നിലനിർത്തിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി? ഇപ്പോൾ യൂണിഫോമിറ്റി, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന കുറേ റൂൾസും ഗൈഡ് ലൈൻസുമാണ്. ദീസ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആർ ഡെവലപ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് എൻഷുറിങ് യൂണിഫോമിറ്റി. യൂണിഫോമിറ്റി എന്ന് പറയുമ്പോൾ ഇത് അക്കൗണ്ടിങ്ങിൽ കുറേ നിയമങ്ങൾ അല്ലെങ്കിൽ കുറേ ഗൈഡ് ലൈൻസ്, എന്ത് ചെയ്യാം, എന്ത് ചെയ്യരുത്, എന്താവാം, എന്താവരുത് എന്ന് പറയുന്ന കുറേ നിയമങ്ങളും ഗൈഡ് ലൈൻസുമാണ്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ദീസ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആർ ഡെവലപ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് എൻഷുറിങ് ദ യൂണിഫോമിറ്റി. യൂണിഫോമിറ്റി എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്ഥാപനത്തിൻ്റെ കണക്ക് ഇന്ത്യയിലിരുന്ന് എഴുതിയാലും ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് ആ കണക്ക് നമ്മൾ തയ്യാറാക്കുമ്പോഴും അത് വെച്ച് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാം ഒരേപോലെ വരണം. എവിടെയാണെങ്കിലും ഒരേ ലാഭം കിട്ടണം, എവിടെയാണെങ്കിലും ഒരേ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കണം. അങ്ങനെ വരണമെങ്കിൽ ലോകത്തുള്ളവരെല്ലാം ഒരേ നിയമം ഫോളോ ചെയ്യണം, ഒരേ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം. അപ്പോൾ ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് which are developed for the purpose of ensuring uniformity and understanding of accounting or easy understanding of accounting information. യൂണിഫോമിറ്റി മാത്രമല്ല, നമ്മൾ എഴുതി വെക്കുന്നത് വളരെ പ്രയാസം കൂടാതെ എല്ലാവർക്കും മനസ്സിലാകുകയും വേണം. അപ്പോൾ ലോകത്തെമ്പാടും ഒരേപോലെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാക്കാനും ഒപ്പം ഈ എഴുതി തയ്യാറാക്കുന്നത് വളരെ ഈസിയായി മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും ലോകമെമ്പാടും ഫോളോ ചെയ്യേണ്ട ഒരുപടി നിയമങ്ങളുണ്ട്, ഒരുപടി നമ്മൾ പറഞ്ഞ മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഇവയാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുക. ആ പ്രിൻസിപ്പിൾസ് തന്നെ 2 തരത്തിലാണ്. അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് എന്നും അക്കൗണ്ടിങ് കൺവെൻഷൻ എന്നും പറയും. ഇപ്പം നമ്മൾ അതിലേക്ക് പോകുന്നില്ല, നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയാം. അപ്പോൾ കോസ്റ്റ് കൺസെപ്റ്റ് അനുസരിച്ച് വെൻ ആൻ അസറ്റ് ഈസ് പർച്ചേസ്ഡ്
ദ കോസ്റ്റ് ഇൻകേർഡ് ഫോർ ദി പർച്ചേസ് ഓഫ് ആൻ അസറ്റ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദി ബുക്സ്. ബുക്കിൽ എഴുതേണ്ടത് അത് വാങ്ങാൻ വേണ്ടി ചിലവായ എമൗണ്ട് ആയിരിക്കണം. ഇൻ ദി സബ്സിക്വൻറ്റ് ഇയേഴ്സ് ഇറ്റ് വിൽ ബി ഷോൺ ഇൻ ദി ബുക്സ് അറ്റ് കോസ്റ്റ് ലെസ് ഡിപ്രിസിയേഷൻ വിത്തൗട്ട് കൺസിഡറിങ് ദ മാർക്കറ്റ് വാല്യൂ. തുടർന്ന് വരുന്ന വർഷങ്ങളിൽ അതിൻ്റെ കോസ്റ്റിൽ നിന്ന് ഡിപ്രിസിയേഷൻ ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ട് ബാക്കി എഴുതി വെക്കണം. ആ പ്രിൻസിപ്പിളിനെയാണ് കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയാം. അപ്പോൾ ആൻ ഐറ്റം ഈസ് വാല്യൂഡ് അറ്റ് എക്സ്ചേഞ്ച് പ്രൈസ്. എക്സ്ചേഞ്ച് പ്രൈസ് എന്ന് പറയുന്നതാണ് അതിന് മാർക്കറ്റിലുള്ള വില. At the date of acquisition and shown in the balance sheet or shown in the financial statement at that value or an amortized portion of it. This is the principle of full disclosure, cost, materiality, consistency. Answer, cost concept. അതിനെ കോസ്റ്റ് കൺസെപ്റ്റ് എന്നാണ് പറയുക. കോസ്റ്റ് കൺസെപ്റ്റാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, രണ്ടാമത്തിലേക്ക് പോകാം. നോക്കിയേ, when a sole proprietor decided to use the same bank account for his business as well as the personal affairs, the dash accounting principle is violated. അതായത് ഒരു ബിസിനസ്സുകാരൻ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ ബാങ്ക് അക്കൗണ്ടിൽ അവൻ്റെ ബിസിനസ്സിൻ്റെ കണക്കും അവൻ്റെ സ്വകാര്യ ഇടപാടുകളും അതിനകത്തുണ്ട്. അപ്പോൾ the businessman opened a bank account. ആ ബാങ്ക് അക്കൗണ്ടിൽ എന്തൊക്കെയാണ് ഉള്ളത്? ദാറ്റ് മിക്സസ് അപ്പ് ദ ബിസിനസ് ട്രാൻസാക്ഷൻസ് ആസ് വെൽ ആസ് ഹിസ് പേഴ്സണൽ ട്രാൻസാക്ഷൻസ്. അതിനകത്ത് അവൻ്റെ ബിസിനസ് കാര്യങ്ങളും ഉണ്ട്, അവൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളും അതിനകത്തുണ്ട്. അതിൻ്റെ പേഴ്സണൽ ഈവൻ ട്രാൻസാക്ഷൻസും അതിനകത്തുണ്ട്. ഇങ്ങനെ എഴുതുമ്പോൾ ഏതോ ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഇവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേത് എന്നാണ് ചോദിക്കുന്നത്. അതായത് ഒരു ബിസിനസ്സിനെ ആ ബിസിനസ്സുകാരനിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി കാണണം. എ ബിസിനസ് യൂണിറ്റ് ഷുഡ് ബി കൺസിഡേർഡ് സെപ്പറേറ്റ് എപ്പാർട്ട് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. ഒരു ബിസിനസ് യൂണിറ്റിനെ ബിസിനസ്സുകാരനിൽ നിന്ന് വ്യത്യാസമായി കാണണം. എന്ന് പറഞ്ഞാൽ ബിസിനസ് വേറെ, ബിസിനസ്സുകാരൻ വേറെ, കച്ചവടം വേറെ, മുതലാളി വേറെ, രണ്ടും രണ്ടായി കാണണം. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ബിസിനസ്സിനെയും ബിസിനസ്സുകാരനെയും രണ്ടായി കാണണമെന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളുന്ന ഇതാണ്: ദ ട്രാൻസാക്ഷൻസ് ഓഫ് ദി ബിസിനസ്, only the transactions of the business should be recorded in the books of the business. It should not be confused with the private affairs of the proprietor. ഇതിൻ്റെ മീനിങ് ഇതാണ്: ബിസിനസ്സിൻ്റെ ബുക്കിൽ ബിസിനസ്സിൻ്റെ ഇടപാടുകൾ മാത്രമേ എഴുതാവൂ. ഇതിനെ ബിസിനസ്സുകാരൻ്റെ സ്വകാര്യ ഇടപാടുകളുമായി ഒരു കാരണവശാലും കൂട്ടിക്കുഴയ്ക്കരുത് എന്നാണ്. ബിസിനസ്സിൻ്റെ ബുക്കിൽ ബിസിനസ്സിൻ്റെ ഇടപാടുകൾ മാത്രം എഴുതുക, അതിന് ബിസിനസ്സുകാരൻ്റെ സ്വകാര്യ ഇടപാടുകളുമായി കൂട്ടിക്കുഴയ്ക്കരുത്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇങ്ങനെ എഴുതണം എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് ബിസിനസ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയും. ബിസിനസ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ, അക്കൗണ്ടിങ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ, കിട്ടുമോ? സെപ്പറേറ്റ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ. ബിസിനസ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ കൺസെപ്റ്റ്, ബിസിനസ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ കൺസെപ്റ്റ്, അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നാണ്, അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ. ഇവിടെ പറയുന്നത് എ ബിസിനസ് യൂണിറ്റ് ഷുഡ് ബി കൺസിഡേർഡ് സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. ഒരു ബിസിനസ് യൂണിറ്റിനെ ഓണേഴ്സിൽ നിന്ന് വ്യത്യസ്തമായി കാണണം. ഓണർ വേറെ, ബിസിനസ് വേറെ, രണ്ടും രണ്ടാണ്. Therefore, the transactions of the business should be recorded in the books of the business. ബിസിനസ്സുകാരൻ്റെ സ്വകാര്യ ഇടപാടുകൾ നമ്മുടെ ബുക്കിൽ വരാൻ പാടില്ല. The personal transactions of the business should not be confused with the business affairs. ബിസിനസ്സുകാരൻ്റെ സ്വകാര്യ ഇടപാടുകളെ ബിസിനസ്സിൻ്റെ ഇടപാടുകളുമായി കൂട്ടിക്കുഴയ്ക്കരുത്. അങ്ങനെ കൂട്ടിക്കുഴച്ചാൽ ബിസിനസ് വേറെ, ബിസിനസ്സുകാരൻ വേറെ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ തെറ്റും. അപ്പോൾ ബിസിനസ്സിനെയും ബിസിനസ്സുകാരനെയും രണ്ടായി കാണണമെന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് ബിസിനസ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുക. ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് ബിസിനസ്സിൻ്റെ ഇടപാട് വേറെ, ബിസിനസ്സുകാരൻ്റെ ഇടപാട് വേറെ. അതായത്
അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ബിസിനസ്സിൻ്റെ ഇടപാടും നടക്കുന്നുണ്ട്, ബിസിനസ്സുകാരൻ്റെ ഇടപാടും നടക്കുന്നുണ്ടോ എങ്കിൽ, അല്ലേ, ഈ സംഭവം വയലേറ്റ് ദ ബിസിനസ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ. ഇത് ബിസിനസ് എൻറ്റിറ്റി പ്രിൻസിപ്പിളിനെ വയലേറ്റ് ചെയ്തില്ലേ? ബിസിനസ്സിൻ്റെ ബുക്കിൽ ബിസിനസ്സിൻ്റെ ഇടപാട് എഴുതാവൂ. ബിസിനസ്സിൻ്റെ ഇടപാടുകളും ബിസിനസ്സുകാരൻ്റെ സ്വകാര്യ ഇടപാടുകളും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. ഇത് പറയുന്ന പ്രിൻസിപ്പിളാണ് ബിസിനസ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ. ബിസിനസ് വേറെ, ബിസിനസ്സുകാരൻ വേറെ. ഇങ്ങനെ പറയുന്ന പ്രിൻസിപ്പിളാണ് ബിസിനസ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ അക്കൗണ്ടിങ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സെപ്പറേറ്റ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ. അപ്പോൾ ബിസിനസ്സും ബിസിനസ്സുകാരനും രണ്ടാണല്ലോ, രണ്ടായി തന്നെ കാണണം. എന്നാൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ബിസിനസ്സിൻ്റെ ഇടപാടും ബിസിനസ്സുകാരൻ്റെ ഇടപാടും റെക്കോർഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് വയലേറ്റ് ദ ബിസിനസ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ. ഏത് പ്രിൻസിപ്പിളിനെ വയലേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ബിസിനസ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സെപ്പറേറ്റ് എൻറ്റിറ്റി പ്രിൻസിപ്പിളിനെ വയലേറ്റ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ബിസിനസ് എൻറ്റിറ്റി പ്രിൻസിപ്പിളിലൂടെ നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒത്തിരി കാര്യങ്ങളുള്ളത്. എന്താണെന്ന് ചോദിച്ചാൽ, ക്യാപിറ്റൽ എന്ന് പറയുന്ന ബിസിനസ്സിൻ്റെ ലയബിലിറ്റിയാണ്. ക്യാപിറ്റൽ എന്തുകൊണ്ട് ബിസിനസ്സിൻ്റെ ലയബിലിറ്റി ആയി എന്ന് ചോദിച്ചാൽ, ആസ് പെർ ദി ബിസിനസ് ഓർ സെപ്പറേറ്റ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ. ബിസിനസ് വേറെ, ബിസിനസ്സുകാരൻ വേറെ. ഇത് രണ്ടും രണ്ടാണ്. രണ്ടിനെയും രണ്ട് വ്യക്തികളായി കാണണം. ഞാൻ വേറെ, നിങ്ങൾ വേറെ. നിങ്ങളെ കയ്യിൽ നിന്ന് ഞാനൊരു 50,000 രൂപ കടം വാങ്ങിയാൽ, അതായത് നിങ്ങൾ എനിക്കൊരു 50,000 രൂപ തന്നാൽ അത് കടമാണല്ലോ, വായ്പയാണല്ലോ. അത് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരേണ്ടതല്ലേ? അത് നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങിയ 50,000 രൂപ എൻ്റെ ബാധ്യതയാകുന്നത് ഞാനും നിങ്ങളും രണ്ടായത് കൊണ്ടാണ്. ബിസിനസ്സും ബിസിനസ്സുകാരനും രണ്ടാണ്. അപ്പോൾ ബിസിനസ്സുകാരൻ ബിസിനസ്സിന് കൊടുക്കുന്ന പണമാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റൽ ബിസിനസ്സിൻ്റെ ലയബിലിറ്റിയാണ്. കാരണം ബിസിനസ് വേറെ, ബിസിനസ്സുകാരൻ വേറെ. ഇറ്റ് ഈസ് ദ ഒബ്ലിഗേഷൻ ഓഫ് ദി ബിസിനസ് ടു റീപേ ദ എമൗണ്ട് ടു ദ പ്രൊപ്പറേറ്റർ. ഈ പണം പ്രൊപ്പറേറ്റർക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒബ്ലിഗേഷൻ ബിസിനസ്സിനുണ്ട്. സോ ഇറ്റ് ഈസ് കാൾഡ് ഓർ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ലയബിലിറ്റി. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിലേക്ക് പ്രൊപ്പറേറ്റർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണമാണ് ക്യാപിറ്റൽ. അതൊരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലയബിലിറ്റിയാണ്, അസറ്റ് അല്ല. ക്യാപിറ്റൽ ഈസ് എ ലയബിലിറ്റി ഓഫ് ദി ബിസിനസ്. ഏത് കൺസെപ്റ്റ് അനുസരിച്ചാണ്, ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് അങ്ങനെ പറയുന്നത് ചോദിച്ചാൽ ബിസിനസ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ. ബിസിനസ് വേറെ, പ്രൊപ്പറേറ്റർ വേറെ. ഇനി ക്യാപിറ്റലിനെ ബിസിനസ്സിൻ്റെ ലയബിലിറ്റിയായി കാണുക എന്ന് മാത്രമല്ല, ഈ ക്യാപിറ്റൽ കൊണ്ടുവന്ന ആളുണ്ടല്ലോ, അയാൾ വേറെ, ബിസിനസ് വേറെ. നിങ്ങളെ കയ്യിൽ നിന്ന് ഞാൻ കടം വാങ്ങിയാൽ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, കടം തരുന്നയാൾ ക്രെഡിറ്റർ, കടം വാങ്ങുന്നയാൾ ഡെറ്റർ. നിങ്ങളെ കയ്യിൽ നിന്ന് ഞാൻ കടം വാങ്ങിയാൽ നിങ്ങൾ എൻ്റെ ക്രെഡിറ്ററാണ്. അപ്പോൾ നോക്കൂ, ബിസിനസ് വേറെ, ബിസിനസ്സുകാരൻ വേറെ. ബിസിനസ്സിന് അല്ലെങ്കിൽ ബിസിനസ്സുകാരനിൽ നിന്ന് വാങ്ങിയ പണമാണ് ക്യാപിറ്റൽ. അപ്പോൾ ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ്സിനൊരു ലയബിലിറ്റിയാണ്. എങ്ങനെയുള്ള ലയബിലിറ്റി? ഇറ്റ് ഈസ് എ ലയബിലിറ്റി ഓൺ ദി ബിസിനസ് ടു റീപേ ദിസ് എമൗണ്ട് ടു ദ പ്രൊപ്പറേറ്റർ. ഈ എമൗണ്ട് പ്രൊപ്പറേറ്റർക്ക് തിരിച്ചു കൊടുക്കേണ്ടതായ ഒരു ബാധ്യതയുള്ള ഐറ്റമാണിത്. ഇനി നിങ്ങൾ അറിയേണ്ടത്, ഈ പണം നമുക്ക് തന്നയാൾ ആര്? ഓണറാണ്. ഓണറെ നമുക്കൊരു ക്രെഡിറ്ററായി കാണാം. അപ്പം ക്യാപിറ്റൽ ബിസിനസ്സിൻ്റെ ലയബിലിറ്റിയാണ്, അത് തന്ന ഓണർ ബിസിനസ്സിൻ്റെ ഒരു ക്രെഡിറ്ററാണ്. ഇത് രണ്ടും ഈ എൻറ്റിറ്റി കൺസെപ്റ്റ് അനുസരിച്ചാണ്. ബിസിനസ്സിനെ വേറെ കാണണം, വേർപെട്ട് കാണണം. ബിസിനസ് വേറെ, ബിസിനസ്സുകാരൻ വേറെ. Therefore, the capital is considered as a liability of the business, and at the same time, the owner of the business is considered as a creditor to the extent of the capital, or to the extent of the capital that he has to contribute. ബിസിനസ്സിലേക്ക് അയാൾ തന്ന ക്യാപിറ്റൽ എത്രയാണോ അത്രയും രൂപയ്ക്കുള്ള ഒരു ക്രെഡിറ്ററാണ് ഓണർ എന്ന് പറയുന്നത്.
അപ്പോൾ ക്യാപിറ്റലിനെ ലയബിലിറ്റിയായി കാണുന്നതും ഓണറെ ക്രെഡിറ്ററായി കാണുന്നതുമൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി ഒരു ബിസിനസ്സിൽ ക്യാപിറ്റൽ എന്ന ഓണറുടെ പേരിൽ നമ്മൾ 2 അക്കൗണ്ടുകൾ വരയ്ക്കും. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്. ഞാൻ നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം നിങ്ങൾക്ക് തിരിച്ചു തരേണ്ടതായതുകൊണ്ട് അതിന് കൃത്യമായ കണക്ക് ഞാൻ എഴുതില്ലേ? അപ്പോൾ പ്രൊപ്പറേറ്റർ കയ്യിൽ നിന്ന് ബിസിനസ് വാങ്ങിയ പണമാണ് ക്യാപിറ്റൽ. അതിന് പ്രത്യേകിച്ച് കൃത്യമായ കണക്കെഴുതി വെക്കും, അയാൾ ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കാൻ. ചിലപ്പോഴൊക്കെ ഈ ബിസിനസ്സിൽ നിന്ന് പ്രൊപ്പറേറ്റർ അയാളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ പണമോ ഗുഡ്സോ എന്തെങ്കിലും തിരിച്ചെടുത്തുകൊണ്ട് പോയെന്ന് വന്നേക്കും. അങ്ങനെയാണെങ്കിൽ അതിന് ഡ്രോയിങ്സ് എന്ന് പറയും. ഇങ്ങോട്ട് കൊണ്ടുവന്ന പണത്തിന് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയും. അതിന് നമ്മൾ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം, കാരണം ആ പണം അവന് തിരിച്ചു കൊടുക്കേണ്ടതാണ്. ഒരു പ്രൊപ്പറേറ്റർ ബിസിനസ്സിൽ നിന്ന് അവൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഈ തിരിച്ചെടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ, പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ, അതിന് നമ്മൾ ഒരു വാക്കിൽ പറയുന്നത് ഡ്രോയിങ്സ് എന്നാണ്. അത് നമുക്ക് കിട്ടാനുള്ളതാണ്. അതിന് നമ്മൾ കൃത്യമായി കണക്ക് വേറെ വെക്കണം. അപ്പോൾ ബിസിനസ്സുകാരൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങിയ പണം ക്യാപിറ്റൽ, അതിന് നമ്മൾ കണക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, കാരണം അതവന് തിരിച്ചു കൊടുക്കേണ്ട പണമാണ്. അവൻ ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് ഡ്രോയിങ്സ് എന്ന് പറയും. അതിന് നമ്മൾ വേറെ കണക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, അതിന് പ്രത്യേക അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം, കാരണം അത് നമുക്ക് ഇങ്ങോട്ട് കിട്ടേണ്ട പണമാണ്. നമ്മൾ കൊടുക്കാനുള്ള പണത്തിന് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ള പണത്തിന് നമ്മൾ കണക്ക് കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സിൽ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഡ്രോയിങ്സ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇതേ കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയും. ബിസിനസ് വേറെ, ബിസിനസ്സുകാരൻ വേറെ. അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് തന്ന പണത്തിന് പ്രത്യേക കണക്ക് വേണം, അവൻ അങ്ങോട്ട് കൊടുക്കാനുള്ള പണത്തിനും പ്രത്യേക കണക്ക് വേണം. ഇതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ക്യാപിറ്റലിനെ ലയബിലിറ്റിയായി കാണുന്നതും പ്രൊപ്പറേറ്റർ ഒരു ക്രെഡിറ്ററായി കാണുന്നതും ക്യാപിറ്റലിനും ഡ്രോയിങ്സിനും ബിസിനസ്സിൽ പ്രത്യേകം അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നതുമൊക്കെ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ നമ്മൾ പറയുന്നു, നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നും ഒക്കെ കേട്ടിട്ടില്ലേ? ക്യാപിറ്റലിന് പലിശ കൊടുക്കേണ്ടി വരുന്നത് അത് മറ്റുള്ള ഒരാളിൻ്റെ പണം നമ്മൾ വാങ്ങിയത് കൊണ്ടാണ്. ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതും ഡ്രോയിങ്സിന് ഇൻട്രസ്റ്റ് നമ്മൾ ഈടാക്കുന്നതും ഇതേ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ പണം വാങ്ങിയെങ്കിൽ അതെൻ്റെ ബാധ്യതയാണ്, അതിന് നിങ്ങൾക്ക് പലിശ തരണം. അപ്പോൾ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കാണുന്നതും ഡ്രോയിങ്സ് അല്ലെങ്കിൽ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതും ഡ്രോയിങ്സിന് ഇൻട്രസ്റ്റ് ഈടാക്കുന്നതും ഇതേ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം പ്രൊപ്പറേറ്റർ വേറെ, ബിസിനസ് വേറെ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് അലൗഡ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ചാർജ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് ദി ബിസിനസ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ. അത് ബിസിനസ് എൻറ്റിറ്റി പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ബിസിനസ്സിൽ ഇപ്പോൾ നമ്മൾ ചില ഇടപാടുകൾ, ഒരു എക്സാമ്പിൾ നമ്മൾ പറയുന്നത്, ഒരു ബിസിനസ്സിൽ നിന്ന് പ്രൊപ്പറേറ്റർ പണം എടുത്തുകൊണ്ട് പോയി, അത് ഡ്രോയിങ്സ് ആണ്. പ്രൊപ്പറേറ്ററുടെ മകൻ്റെ ട്യൂഷൻ ഫീ ബിസിനസ്സിൽ നിന്ന് പണം എടുത്തു കൊടുത്തു, അത് ബിസിനസ്സിൽ ഉണ്ടായ ഒരു ഇടപാടാണ്. ബിസിനസ്സിൽ നിന്നല്ലേ അയാൾ പണം എടുത്തത്. ഇനി ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ പ്രൊപ്പറേറ്ററുടെ ഭാര്യയ്ക്ക് അയാൾ ഒരു സാരി വാങ്ങി, അത് അയാളുടെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണമെടുത്താണ് സാരി വാങ്ങിയത്. പ്രൊപ്പറേറ്ററുടെ ഭാര്യയ്ക്ക് പ്രൊപ്പറേറ്റർ സാരി വാങ്ങി, അത് അവൻ്റെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണമെടുത്താണ് വാങ്ങിയത്. ദറ്റ് ഈസ് നോട്ട് എ ബിസിനസ് ട്രാൻസാക്ഷൻ. എന്തുകൊണ്ട്? ആസ് പെർ ദ എൻറ്റിറ്റി കൺസെപ്റ്റ്. അത് ബിസിനസ്സുമായി ബന്ധമുള്ള ഇടപാടല്ല. ആ ട്രാൻസാക്ഷൻ ബിസിനസ്സിനെ ബാധിക്കില്ല. കാരണം ബിസിനസ് വേറെ, പ്രൊപ്പറേറ്റർ വേറെ. ആ ഇടപാട് ബിസിനസ്സിനെ ബാധിക്കുന്നതല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെയാണ്. when a proprietor decided to use when a sole proprietor decided to use the same bank account, ഒരു പ്രൊപ്പറേറ്റർ ഒരു ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നത്, സെയിം ബാങ്ക് അക്കൗണ്ട് ഫോർ ഹിസ് ബിസിനസ് ആസ് വെൽ ആസ് പേഴ്സണൽ അഫയേഴ്സ്, അവൻ്റെ ബിസിനസ്സിൻ്റെ കാര്യത്തിനും അവൻ്റെ സ്വന്തം കാര്യത്തിനും വേണ്ടി
ഒരു ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നു പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഇടപാടുകളെയും അവൻ്റെ സ്വകാര്യ ഇടപാടുകളെയും നമ്മൾ എന്ത് ചെയ്തു? അത് ക്ലബ് ചെയ്തു. അങ്ങനെ പാടില്ല. ബിസിനസ്സിൻ്റെ ഇടപാടുകൾ ഒരിക്കലും സ്വകാര്യ ഇടപാടുകളുമായി കൂട്ടിക്കുഴയ്ക്കരുത്. ബിസിനസ്സിൻ്റെ ഇടപാടുകൾ മാത്രമേ ബിസിനസ്സിൻ്റെ ബുക്കിൽ എഴുതാവൂ. അത് ബിസിനസ്സിൻ്റെ സ്വകാര്യ ഇടപാടുകളെല്ലാം അവൻ്റെ വേറെ ബുക്കുണ്ടെങ്കിൽ അതിൽ എഴുതിക്കോണം. അത് ബിസിനസ്സിൻ്റെ ബുക്കിൽ എഴുതാനുള്ളതല്ല. ഇങ്ങനെ പറയുന്ന പ്രിൻസിപ്പിളിന് പറയുന്ന പേരാണ് ദ അക്കൗണ്ടിങ്. ഇവിടെ രണ്ട് ഇടപാടുകളും, ബിസിനസ്സിൻ്റെ ഇടപാടുകളും ബിസിനസ്സിൻ്റെ സ്വകാര്യ ഇടപാടുകളും ഒരു ബാങ്ക് അക്കൗണ്ടിൽ തന്നെ എഴുതുന്നു എന്ന് പറയുമ്പോൾ ഇതിവിടെ ഏത് പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ ദീസ് ട്രാൻസാക്ഷൻസ് ഓർ ദീസ് അഫയേഴ്സ് വയലേറ്റഡ് ദ അക്കൗണ്ടിങ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ. അല്ലെങ്കിൽ ഏത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ? ഗോയിങ് കൺസേൺ എൻറ്റിറ്റി പ്രിൻസിപ്പിൾ. ഇതിന് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ, ബിസിനസ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ, അക്കൗണ്ടിങ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയും. ചുരുക്കം എൻറ്റിറ്റി പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്തു. ബിസിനസ്സിന് വേറെ ബാങ്ക് അക്കൗണ്ട് വേണം, ബിസിനസ്സുകാരന് വേറെ ബാങ്ക് അക്കൗണ്ട് വേണം. ഒരു ബാങ്ക് അക്കൗണ്ടിനകത്ത് രണ്ട് ഇടപാടുകളും കൂടി നടത്തുന്നു എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ അഫേഴ്സും ബിസിനസ്സുകാരൻ്റെ സ്വകാര്യ ഇടപാടുകളും തമ്മിൽ കൂട്ടിക്കുഴച്ചു എന്നാണ്. ഇത് പാടില്ല എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ. അപ്പോൾ ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ പ്രിൻസിപ്പിളിനെ വയലേറ്റ് ചെയ്തു എന്നാണ്, അല്ലേ? ദിസ് ഈവൻറ്റ് വയലേറ്റഡ് ദ എൻറ്റിറ്റി പ്രിൻസിപ്പിൾ. അപ്പോൾ ഇവിടെ വയലേറ്റ് ചെയ്ത പ്രിൻസിപ്പിൾ എൻറ്റിറ്റി പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്ത്. നോക്കൂ, when a sole proprietor decided to use the same bank account for his business as well as personal affairs, the dash accounting principle is violated. Entity principle is violated. Okay, ശരി, അടുത്തതിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം. ഇതെല്ലാം 2022 1, 2, 3 എന്ന് ചോദിച്ച ചോദ്യങ്ങളാണ്. Dash is the basis for maintaining accounts followed by Indian companies. Dash is the basis for maintaining accounts followed by Indian companies. ഇന്ത്യയിലെ കമ്പനികൾ, ഇന്ത്യൻ കമ്പനികളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ട് എങ്ങനെയുള്ളതായിരിക്കണം? ഒന്ന്, ക്യാഷ് ബേസിസ്, അക്രൂവൽ ബേസിസ്. അക്രൂവൽ ബേസിസ് ആണ് ഡബിൾ എൻട്രി സിസ്റ്റം. പറയാം ഞാൻ. ഈ അക്കൗണ്ടിങ്ങിന് ചില ബേസിസ് ഉണ്ട്. ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന 3 എണ്ണമാണ്. ക്യാഷ് ബേസിസ്, മെർക്കൻഡൈൽ ബേസിസ്, മിക്സഡ് അല്ലെങ്കിൽ ഹൈബ്രിഡ് ബേസിസ്. ക്യാഷ്, മെർക്കൻഡൈൽ, ഹൈബ്രിഡ് ബേസിസ്. ക്യാഷ് ബേസിസ്, മെർക്കൻഡൈൽ ബേസിസ്, ഹൈബ്രിഡ് അല്ലെങ്കിൽ മിക്സഡ് ബേസിസ്. ഈ ക്യാഷ് ബേസിസ് എന്ന് പറഞ്ഞാൽ അത് ഇന്നും ഉണ്ട്. പഴയ ഒരു രീതിയാണ്, ഇന്നും ഉള്ളതാണ്. അതായത് കിട്ടുന്നതും കൊടുക്കുന്നതുമായ പണം മാത്രം എഴുതും. ആക്ച്വൽ ക്യാഷ് റെസീറ്റ്സ് ആൻഡ് ആക്ച്വൽ ക്യാഷ് പേയ്മെൻറ്റ്സ് ആർ റെക്കോർഡഡ്. കിട്ടിയതും കൊടുത്തതുമായ ഇടപാടുകൾ മാത്രമേ എഴുതത്തുള്ളൂ. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ 500 രൂപയുടെ സാധനം കടം വാങ്ങി, നോ എൻട്രി ഫോർ ഇറ്റ്, അത് എഴുതണ്ട. കാരണം അവിടെ പേയ്മെൻ്റ് ഒന്നും നടന്നില്ലല്ലോ. ക്യാഷ് പേയ്മെൻറ്റോ ക്യാഷ് റെസീറ്റോ നടക്കുന്നുണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ്. അല്ലെങ്കിൽ ആ പറയുന്ന അതാണ് ഏത് അക്കൗണ്ടിങ് ബേസ്? ആ ബേസിസിന് പറയുന്നത് ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയും. ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ക്യാഷ് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ആർ റെക്കോർഡ്. ഇറ്റ് ഇഗ്നോർസ് ഓൾ ക്രെഡിറ്റ് ഈവൻറ്റ്സ്. എല്ലാ ക്രെഡിറ്റ് ഇടപാടുകളും ഇത് ഒഴിവാക്കും. ക്യാഷ് ഇടപാടുകൾ മാത്രം, രൊക്കത്തിന് ക്യാഷിന് നടന്ന ഇടപാടുകൾ മാത്രം എഴുതാവൂ, ബാക്കി ഒന്നും എഴുതണ്ട എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് ക്യാഷ് ബേസിസ്. ആ ക്യാഷ് ബേസിസ് എന്ന് പറയുമ്പോൾ ഇന്ന് സാധാരണ കടകളൊന്നും അല്ലെങ്കിൽ സാധാരണ കച്ചവടക്കാർ ഉപയോഗിക്കുന്ന ഒന്നല്ല. പക്ഷെ പ്രൊഫഷണൽസ് ലൈക്ക് ഡോക്ടേഴ്സ്, ലോയേഴ്സ്, ആർക്കിടെക്ട്സ് തുടങ്ങിയിട്ടുള്ളവരൊക്കെ ഉപയോഗിക്കുന്ന സിസ്റ്റമാണിത്. ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന സിസ്റ്റമാണ്, പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ ക്യാഷ് ബേസിസ്. രണ്ടാമത്തത് മെർക്കൻഡൈൽ ബേസിസ്. എന്താണ് മെർക്കൻഡൈൽ ബേസിസ് എന്ന് പറയുമ്പോൾ? മെർക്കൻഡൈൽ ബേസിസ് എന്ന് പറഞ്ഞാൽ
ഒരു സംഭവം അതെപ്പോഴാണോ നടക്കുന്നത് അപ്പോഴെഴുതും. പണം കൊടുത്തോ കൊടുത്തില്ലയോ എന്നുള്ളതൊരു പ്രശ്നമല്ല. All the transactions are recorded when they are incurred. ഒരു ട്രാൻസാക്ഷൻ എപ്പോഴും സംഭവിച്ചോ അപ്പോഴെഴുതും. ഇപ്പം ഞാൻ പറയട്ടെ, ഒരു ചിലവ്, ഇപ്പം സാലറി 10,000 രൂപ ശമ്പളം കൊടുക്കണം. 10,000 രൂപയാണ് ഒരാളിൻ്റെ സാലറി. 9,000 കൊടുത്തു, 1,000 കൊടുക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കൂ, ഈ 9,000 പറയുന്ന സാലറി പെയ്ഡ്, ബാക്കി 1,000 പറയുന്ന സാലറി അൺപെയ്ഡ്. പക്ഷെ നമ്മൾ അറിയേണ്ടത് ആ ഒരു വർഷത്തെ സാലറി എത്രയാണെന്ന് ചോദിച്ചാൽ കൊടുത്തതും കൊടുക്കാനുള്ളതും കൂടെ കൂട്ടി പറയണം. 10,000 ആണ് സാലറി. സാലറി പെയ്ഡ് 9,000, സാലറി അൺപെയ്ഡ് 1,000. അപ്പോൾ ടോട്ടൽ സാലറി എന്ന് പറയുന്നത് 10,000. അപ്പോൾ ഒരു എക്സ്പെൻസ് എഴുതുമ്പോൾ അത് എത്ര രൂപയുടെ എക്സ്പെൻസ് ആണോ സംഭവിച്ചത് അത് എഴുതണം, വിത്തൗട്ട് കൺസിഡറിങ് വെദർ ദേ ആർ പെയ്ഡ് ഓർ നോട്ട്. ഓൾ എക്സ്പെൻസസ് ആർ റെക്കോർഡഡ് വിത്തൗട്ട് കൺസിഡറിങ് വെദർ ദേ ആർ പെയ്ഡ് ഓർ നോട്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഇൻകം, നമുക്ക് കിട്ടാനുള്ള ഒരു ഇൻകം ഉണ്ട്. ഇപ്പം ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടണം. ഒരു വർഷം കിട്ടേണ്ടത് 1,00,000 രൂപയാണ് പലിശ കിട്ടേണ്ടത്. പക്ഷേ 70,000 രൂപയെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറയുന്നത് 70,000, കിട്ടാനുള്ളത് അക്രൂഡ് എന്ന് പറയുന്നത് 30,000. ഇത് രണ്ടും എഴുതണം. അതായത് ഇൻകം എഴുതുമ്പോൾ ദ എമൗണ്ട് ഓഫ് ഇൻകം റിസീവ്ഡ് ആൻഡ് അക്രൂഡ് ഷുഡ് ബി റെക്കോർഡഡ്. കിട്ടിയതും എഴുതണം, ഇനി കിട്ടാനുള്ളതും എഴുതണം. ഇങ്ങനെ എല്ലാം എഴുതണം. എക്സ്പെൻസ് എഴുതുമ്പോൾ കൊടുത്തതും കൊടുക്കാനുള്ളതും, ഇൻകം എഴുതുമ്പോൾ കിട്ടിയതും കിട്ടാനുള്ളതും എഴുതണം. ഇത് പറയുന്ന പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിനെയാണ് മെർക്കൻഡൈൽ ബേസിസ് അല്ലെങ്കിൽ അക്രൂവൽ ബേസിസ് എന്ന് പറയും. മെർക്കൻഡൈൽ അല്ലെങ്കിൽ അക്രൂവൽ ബേസിസ്. ആസ് പെർ ദീസ് ബേസിസ് all expenses and incomes are recorded without considering whether they are paid or received or not. എല്ലാ ചെലവുകളും വരവുകളും എഴുതണം. അത് കൊടുത്തോ കൊടുത്തില്ലയോ, കിട്ടിയോ കിട്ടിയില്ലയോ നോക്കാതെ മൊത്തം എഴുതണം. ഇതിന് പറയുന്ന പേരാണ് മെർക്കൻഡൈൽ ബേസിസ് അല്ലെങ്കിൽ അക്രൂവൽ ബേസിസ്. മെർക്കൻഡൈൽ അല്ലെങ്കിൽ അക്രൂവൽ ബേസിസ് എന്ന് പറയും. മൂന്നാമത്തേതാണ് ഹൈബ്രിഡ് അല്ലെങ്കിൽ മിക്സഡ് ബേസിസ്. ഹൈബ്രിഡ് അല്ലെങ്കിൽ മിക്സഡ് ബേസിസ് എന്ന് പറയുമ്പോൾ അവിടെ ഇത് രണ്ടിൻ്റെയും കൂടെ മിക്സഡ് ആണ്. അതായത് കാഷ് ബേസിസും മെർക്കൻഡൈൽ ബേസിസും അവിടെ വരും. കാഷും അക്രൂവലും. അക്രൂവൽ എന്ന് പറയുന്നതാണ് മെർക്കൻഡൈൽ. അപ്പോൾ അവിടെ പറയുന്നത് ഇൻകം എല്ലാം, ഏതെങ്കിലും നമുക്ക് കിട്ടാനുള്ളതൊക്കെ, അത് നമുക്ക് കിട്ടാനുള്ള നമ്മുടെ ഇൻകം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കാഷ് ബേസിൽ എഴുതണം. അക്രൂവൽ ബേസ് അല്ലെങ്കിൽ മെർക്കൻഡൈൽ ബേസിൽ ഓൾ ഇൻകംസ് ആർ റെക്കോർഡഡ് ഓൺ കാഷ് ബേസിസ്. ഇൻകം എല്ലാം കിട്ടിയത് മാത്രം എഴുതുക. കാഷ് ബേസിസ് എന്ന് പറയുമ്പോൾ കിട്ടിയത് മാത്രം, പണം വന്നത് മാത്രവും പണം പോയത് മാത്രവും എഴുതാനാണ് പറഞ്ഞത്. മെർക്കൻഡൈൽ ബേസ് ഹൈബ്രിഡ് അല്ലെങ്കിൽ മിക്സഡ് ബേസിസ് എന്ന് പറയും. മിക്സഡ് ബേസിസിൽ ഓൾ ഇൻകംസ് ആർ റെക്കോർഡഡ് ഓൺ കാഷ് ബേസിസ് ആൻഡ് ഓൾ എക്സ്പെൻസസ് ആർ റെക്കോർഡഡ് ഓൺ മെർക്കൻഡൈൽ ബേസിസ്. എല്ലാ ഇൻകവും കാഷ് ബേസിൽ എഴുതും, എക്സ്പെൻസ് എല്ലാം മെർക്കൻഡൈൽ ബേസിൽ എഴുതും. ഓൾ ഇൻകംസ് ആർ റെക്കോർഡഡ് ഓൺ കാഷ് ബേസിസ് ആൻഡ് എക്സ്പെൻസസ് ആർ റെക്കോർഡഡ് ഓൺ മെർക്കൻഡൈൽ ബേസിസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വരവുകളുണ്ടെങ്കിൽ അത് കിട്ടിയത് മാത്രം എഴുതും, ചെലവുകൾ കൊടുത്തതും കൊടുക്കാനുള്ളതും എഴുതും. അപ്പോൾ ഇവിടെ രണ്ടിൻ്റെയും കൂടെ മിക്സർ അല്ലേ? വരവുകളെല്ലാം കാഷ് ബേസിൽ എഴുതും, ചെലവുകളെല്ലാം മെർക്കൻഡൈൽ ബേസിൽ അല്ലെങ്കിൽ അക്രൂവൽ ബേസിൽ എഴുതും. വരവുകൾ കിട്ടിയത് മാത്രം എഴുതും, ചെലവുകൾ കൊടുത്തതും കൊടുക്കാനുള്ളതും കൂടെ ചേർത്ത് എഴുതും. ഇതാണ് മിക്സഡ് ബേസിസ് അല്ലെങ്കിൽ മെർക്കൻഡൈൽ ബേസിസ് എന്ന് പറയാം. അപ്പോഴത് പോട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഡാഷ് ഈസ് ദ ബേസിസ് ഫോർ മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് ഫോളോഡ് ബൈ ഇന്ത്യൻ കമ്പനീസ്. കാഷ് ബേസിസ് അല്ല. ഇന്ന് കമ്പനികൾ കിട്ടിയത് മാത്രവും കൊടുത്തത് മാത്രവും അല്ല എഴുതുന്നത്. അക്രൂവൽ ബേസിസ് എന്ന് പറഞ്ഞാൽ കിട്ടിയതും കൊടുത്തതും എല്ലാം എഴുതും. അത് ശരിയാണ്. കിട്ടിയതും കിട്ടാനുള്ളതും കൊടുത്തതും കൊടുക്കാനുള്ളതും എഴുതും കമ്പനികൾ. പക്ഷേ അത് ശരിയാണ്.
ഓൾ ദി കമ്പനീസ് ആർ ഫോളോയിങ് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. ശരിയാണ്. പക്ഷേ അതിനേക്കാൾ ശരിയുള്ളതാണ് അക്രൂവൽ ബേസിസ് ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം. അക്രൂവൽ ബേസിസ് ഡബിൾ എൻട്രി സിസ്റ്റവും. അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്, അത് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങുമാണ്. അപ്പോൾ അക്രൂവൽ ബേസിസ് ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റവുമാണ് ഇന്ത്യയിലെ കമ്പനികൾ ഫോളോ ചെയ്യുന്നത്. എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയാം, അതിലേക്ക് നമുക്ക് പിന്നെ പോകാം. 1494 ഇറ്റലിയിലെ ഒരു കച്ചവടക്കാരനായ തോമസ് ലൂക്ക പാഷ്യോലി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഡെവലപ്പ് ചെയ്ത ഉണ്ടാക്കിയെടുത്ത ഒരു പ്രത്യേക അക്കൗണ്ടിങ് സിസ്റ്റമാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയാം. ഏതൊരു ഇടപാടിനും 2 ഘടകങ്ങളുണ്ട് എന്നും ആ 2 ഘടകങ്ങളും രേഖപ്പെടുത്തിയാലേ അത് പൂർണ്ണമായി രേഖപ്പെടുത്തി എന്ന് പറയാൻ പറ്റൂ എന്നുമാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം. ഏതൊരു ഇടപാടിനും 2 ഘടകങ്ങളുണ്ട്. 2 ഘടകങ്ങളിൽ ഒരു ഘടകത്തിന് ഡെബിറ്റ് എന്നും മറ്റൊരു ഘടകത്തിന് ക്രെഡിറ്റ് എന്നും പറയും. ഡെബിറ്റിന് വേറെ അർത്ഥമൊന്നുമില്ല. ഒരു ഘടകത്തിന് അയാളിട്ട പേരാണ് ഡെബിറ്റ്, മറ്റൊരു ഘടകത്തിന് അങ്ങേര് പറഞ്ഞ പേരാണ് ക്രെഡിറ്റ്. ഏതൊരു ഇടപാടിനും 2 ഘടകങ്ങളുണ്ട്, ഒന്ന് ഡെബിറ്റും ഒരു ക്രെഡിറ്റുമാണ്. ഒന്ന് ഡെബിറ്റും മറ്റൊന്ന് ക്രെഡിറ്റും. അതാണ് ഡബിൾ ആസ്പെക്ട്സ്. ഇത് രണ്ടും റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഒരു ട്രാൻസാക്ഷന് 2 ഘടകങ്ങളുണ്ട് എന്ന് പറയുകയും അത് 2 ഘടകങ്ങളും റെക്കോർഡ് ചെയ്യണമെന്ന് പ്രതിപാദിക്കുകയും ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ട്. അതിന് പറയുന്ന പേരാണ് ഡബിൾ എൻട്രി സിസ്റ്റം. ഇറ്റ് ഈസ് ആൻ അക്കൗണ്ടിങ് സിസ്റ്റം വിച്ച് റെക്കഗ്നൈസസ് ആൻഡ് റെക്കോർഡ്സ് the two aspects of every transaction such as debit and credit. ഏതൊരു ട്രാൻസാക്ഷനും ഡെബിറ്റ് എന്നും ക്രെഡിറ്റ് എന്നും പറയപ്പെടുന്ന 2 ഘടകങ്ങളുണ്ട് എന്ന് അംഗീകരിക്കുകയും അത് രണ്ടും റെക്കോർഡ് ചെയ്യണമെന്ന് പ്രതിപാദിക്കുകയും ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ട്. ആ അക്കൗണ്ടിങ് സിസ്റ്റത്തെയാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുക. ഇന്ത്യയിലെ കമ്പനികൾ ഫോളോ ചെയ്യുന്നത് ഈ ഡബിൾ എൻട്രി സിസ്റ്റമാണ്, അതും ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ ബേസ് ഏതെന്ന് ചോദിച്ചാൽ ബേസ് ഏതെന്ന് ചോദിച്ചാൽ അക്രൂവൽ ബേസിസ് ആണ്. ഇനി ഏത് സിസ്റ്റമാണെന്ന് ചോദിച്ചാൽ ഡബിൾ എൻട്രി സിസ്റ്റമാണ്. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ കമ്പനികളും ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് ബേസിസ് അക്രൂവൽ ബേസിസ് ആണ്. അക്കൗണ്ടിങ് സിസ്റ്റം ഡബിൾ എൻട്രി സിസ്റ്റമാണ്. അപ്പോൾ ഇതാണ് കൂടുതൽ ശരി. അപ്പോൾ അക്രൂവൽ ബേസിസ് ആണോ ഫോളോ ചെയ്യുന്നത് ചോദിച്ചാൽ ശരിയാണ്. പക്ഷേ ഏത് സിസ്റ്റം എന്ന് ചോദിച്ചാൽ ഡബിൾ എൻട്രി സിസ്റ്റമാണ്. അപ്പം നമുക്ക് കൂടുതൽ ശരി പറയാവുന്നത് അക്രൂവൽ ബേസിസ് ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം. ഡാഷ് ഈസ് ദ ബേസിസ് ഓഫ് മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് ഫോളോഡ് ബൈ ഇന്ത്യൻ കമ്പനീസ്. അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ കമ്പനികൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അക്രൂവൽ ബേസിസ് ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം. അക്രൂവൽ ബേസിസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇടപാട് ഓൾ ദി ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് വെൻ ദേ ആർ ഇൻകേർഡ്. എല്ലാ ഇടപാടുകളും അത് എപ്പോഴാണോ സംഭവിക്കുക അപ്പോഴെഴുതി വെക്കണം. വിത്തൗട്ട് കൺസിഡറിങ് വെദർ ദേ ആർ പെയ്ഡ് ഓർ നോട്ട് ഓർ റിസീവ്ഡ് ഓർ നോട്ട്. അത് കൊടുത്തോ കൊടുത്തില്ലയോ കിട്ടിയില്ലയോ നോക്കാതെ സംഭവിക്കുന്ന സമയത്ത് മൊത്തം ഇടപാടും എഴുതി വെക്കണം എന്ന് പറയുന്നതാണ് അക്രൂവൽ ബേസിസ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അക്രൂവൽ ബേസിസ്. ഇന്ത്യൻ കമ്പനികളെല്ലാം ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് ബേസിസ് അക്രൂവൽ, അക്കൗണ്ടിങ് സിസ്റ്റം ഡബിൾ എൻട്രി. അപ്പോൾ ഇതാണ് അക്രൂവൽ ബേസിസ് ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റംസ് ആർ ഫോളോഡ് ബൈ ഓൾ ഇന്ത്യൻ കമ്പനീസ്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത നോക്കിയേ, ഗീവ് ആൻ ഓപ്പണിംഗ് സ്റ്റോക്ക്. തന്നിരിക്കുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് 17,600, 17,600. ക്ലോസിംഗ് സ്റ്റോക്ക് 10,560. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 1,83,040. The amount of purchase will be dash. ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നു, ക്ലോസിംഗ് സ്റ്റോക്ക് തന്നു, പിന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നു. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത് പറഞ്ഞാലും കൊണ്ട് പിടികിട്ടില്ല എങ്കിലും പറയാം. വിറ്റ ഗുഡ്സിന്മേൽ നമുക്കുണ്ടായ ചെലവ്. നമ്മളിപ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കി വിൽക്കുന്നു. 100 രൂപയുടെ ഉഴുന്ന് വാങ്ങി, പിന്നെ 50 രൂപയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ വാങ്ങി. നമ്മൾ ഇത്രയേ ഉള്ളൂ എന്നിരിക്കട്ടെ. അപ്പോൾ 150 രൂപ ചിലവാക്കി.
അല്ലെങ്കിൽ ഇനി ഒരു ശമ്പളക്കാരനുണ്ടായിരുന്നു, ജോലിക്കാരനുണ്ടായിരുന്നു, അയാൾക്ക് 50 രൂപ കൂലി കൊടുത്തു. അപ്പോൾ 200 രൂപ മൊത്തം ചിലവാക്കി 100 വടയുണ്ടാക്കി. അപ്പോൾ 100 ഉഴുന്നുവട ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായ മൊത്തം തുകയെന്ന് പറയുന്നത് 200 രൂപയാണ്. അതിനെ നമ്മൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയും. ടോട്ടൽ കോസ്റ്റ് 200 രൂപ, ഉഴുന്ന് 100 രൂപ, വെളിച്ചെണ്ണ 50 രൂപ, ജോലിക്കാരൻ്റെ കൂലി 50 രൂപ. അപ്പോൾ 200 രൂപ ചിലവാക്കി 100 വടയുണ്ടാക്കി. ഈ വടയിൽ 70 വട മാത്രമേ നമ്മൾ വിറ്റിട്ടുള്ളൂ. അപ്പോൾ വിറ്റ വട 700. ആ വിറ്റ വടയ്ക്ക് എത്ര രൂപ ചിലവായി? അതാണ് പ്രശ്നം. 100 വട നിങ്ങൾ ഉണ്ടാക്കി, അതിന് 200 രൂപ ചിലവായി, സമ്മതിച്ചു. അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയും. അത് ഉൽപ്പാദന ചിലവാണ് 700 രൂപ അല്ല 200 രൂപ. പക്ഷെ നിങ്ങൾ വിറ്റത് 70 വട മാത്രമേ ഉള്ളൂ. അതിൻ്റെ കോസ്റ്റ് എത്ര? കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചിലവ് എത്ര? അതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. വേറെ ഡെഫിനിഷൻ അതിനുണ്ട്, അത് പിന്നെ പറയാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ ഇത്ര അറിഞ്ഞാൽ മതി. 100 വടയാണ് ഉണ്ടാക്കിയത്, അതിനുവേണ്ടി ചിലവായ മൊത്തം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 200 രൂപയാണ്. നമ്മൾ വിറ്റത് വെറും 700 രൂപയാണ്. അപ്പോൾ 70 വടയാണ്. അപ്പോൾ ഈ 70 വടയ്ക്ക് വേണ്ടി എത്ര രൂപ ചിലവായി എന്നാണ് ചോദിക്കുന്നത്. അതാണ് കോസ്റ്റ് ഓഫ്, വിറ്റത് 70 വടയല്ലേ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. വിറ്റ സാധനത്തിൻ്റെ കോസ്റ്റ് എത്ര, അല്ലെങ്കിൽ വിറ്റ സാധനത്തിന്മേൽ നമുക്കുണ്ടായ ചിലവെത്ര. ഇത് കണ്ടുപിടിക്കുന്നതിന് ഒരു ഫോർമുലയാണ്. ആ ചിലവിനെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾക്കൊരു ഫോർമുലയുണ്ട്. എന്താണെന്നറിയാമോ? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇതാണ് എൻ്റെ ഫോർമുല. ഇതാണ് ഈ ചോദിച്ചിരിക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. പഠിച്ചു വെച്ചേക്കണം, ഇനിയും ചോദിക്കാം. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അൺസോൾഡ് ഗുഡ്സ്. അൺസോൾഡ് ഗുഡ്സ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമുക്ക് പറയാം ഗുഡ്സ് മെൻറ്റ് ഫോർ സെയിൽ. വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്ന സാധനമല്ലേ സ്റ്റോക്ക്. വിറ്റുപോയാൽ പോയല്ലോ. അപ്പോൾ വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്ന സാധനമാണ് സ്റ്റോക്ക്. ഇതൊരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡിലുള്ള സ്റ്റോക്കിനെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന്, ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ ബിഗിനിങ്ങിലുള്ള സ്റ്റോക്കിനെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നും എൻഡിലുള്ളതിന് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയും. Stock in the beginning of an accounting period is opening stock. Stock at the end of an accounting period is called closing stock. Then purchase. Purchase എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 50,000 രൂപയുടെ സാധനം വാങ്ങി, അതിൽ 2,000 രൂപയുടെ സാധനം കൊള്ളാത്തത് കൊണ്ട് നമ്മൾ തിരിച്ചു കൊടുത്തു. ഈ 50,000 രൂപയുടെ പർച്ചേസ് എന്ന് പറയുമ്പോൾ അതിന് ഗ്രോസ് പർച്ചേസ് എന്നാണ് പറയുന്നത്. അത് 2,000 രൂപയുടെ സാധനം അങ്ങ് തിരിച്ചു കൊടുത്തെങ്കിൽ ബാക്കിയുള്ള പർച്ചേസ് 48,000, അതിന് പറയുന്നത് നെറ്റ് പർച്ചേസ്. ഈ നെറ്റ് പർച്ചേസാണ് ബിസിനസ്സിലെ ആക്ച്വൽ പർച്ചേസ്. അത്രയേ ഉള്ളൂ. 50,000 രൂപയ്ക്ക് വാങ്ങിയിട്ട് 2,000 രൂപയുടെ തിരിച്ചു കൊടുത്തില്ലേ, ബാക്കി അവശേഷിക്കുന്ന നെറ്റ് പർച്ചേസ്. ഇവിടെ പർച്ചേസ് എന്ന് പറഞ്ഞതാണ് ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും കൂടെ കൂട്ടണം. ഒപ്പം അതിനോടൊപ്പം ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇല്ലേ, വട ഉണ്ടാക്കിയവൻ 50 രൂപ ശമ്പളം കൊടുത്തില്ലേ, ഉൽപ്പാദനത്തിന് വേണ്ടി ചിലവായ തുക. അതിന് വേറെ കാര്യം, ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണെന്ന് പിന്നെ പറയും, നിങ്ങളിപ്പോഴിത് കേൾക്കുക. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും ഡയറക്റ്റ് എക്സ്പെൻസും കൂടെ കൂട്ടണം. ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും ഡയറക്റ്റ് എക്സ്പെൻസും കൂടെ കൂട്ടി അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് അറ്റ് ദി എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരീഡ്, ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കണം. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇത് മൂന്നും കൂടെ കൂട്ടിയിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നോക്കി, ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും ഡയറക്റ്റ് എക്സ്പെൻസും കൂട്ടി ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ചാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഈ ഫോർമുല നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്കിതിൽ ഏത് വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും.
ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും ഡയറക്റ്റ് എക്സ്പെൻസും ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഫോമിൽ എഴുതി ചെയ്യാം. ഇനി ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഈ ഫോമിൽ എഴുതി ചെയ്യാം. പർച്ചേസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ ഫോമിൽ കൊണ്ട് ചെയ്യും. അപ്പോൾ ഈ ഫോമുലയിൽ നിങ്ങൾ നോക്കിയേ, നമുക്കിവിടെ തന്നിരിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് 17,600. ഓക്കെ, 17,600 പ്ലസ് പർച്ചേസ് എന്ന് പറഞ്ഞത് ഇവിടെ തന്നിട്ടില്ല. ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, അത് 10,560. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൊണ്ട് പർച്ചേസ് ഇല്ല. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് പർച്ചേസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ പർച്ചേസ് ഇവിടെ ഇങ്ങനെ തന്നെ ഇടുക, പി പർച്ചേസ്. ഇനി ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്ന ഒന്ന് ഈ ക്വസ്റ്റിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞില്ല, വേണ്ട. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര? അല്ലെങ്കിൽ പ്ലസ് 0 എന്നിടണം, അതില്ലല്ലോ, വേണ്ട. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 10,560 മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ് പറഞ്ഞത് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്ര? 1,83,040. 1,83,040. 1,83,040 രൂപയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇതിൽ ഡയറക്റ്റ് എക്സ്പെൻസ് ഇല്ലാത്തത് കൊണ്ട് അത് വേണ്ട, ഉണ്ടെങ്കിൽ എഴുതിയത് ഇല്ലേ ബില്ലുകളാണ്. ഇതിൽ പർച്ചേസ് മാത്രമേ നമുക്ക് അറിയാതുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പർച്ചേസ് ഇവിടെ കിടക്കട്ടെ, ഈ പ്ലസ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ അതിവിടെ കിടക്കട്ടെ. ബാക്കി ഇതെല്ലായിടത്തും അപ്പുറത്ത് കൊണ്ടുപോകാം, സമത്തിനപ്പുറത്ത്. കണ്ടുപിടിക്കേണ്ടത് മാത്രം ഒരിടത്തിടുക. അത് പ്ലസ് ആണെങ്കിൽ അവിടെ തന്നെ ഇടുക, മൈനസ് ആണെങ്കിൽ ആ സുന അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ബാക്കിയെല്ലാം ഇപ്പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് അപ്പുറവും ഇപ്പുറം എന്ന് പറഞ്ഞാൽ സമത്തിനപ്പുറവും സമത്തിനിപ്പുറവും. അപ്പോൾ ഈ പർച്ചേസ് ഇവിടെ തന്നെ കിടന്നോട്ടെ. പർച്ചേസ് അവിടെ ഇട്ടിട്ട് പർച്ചേസ് സമം അപ്പുറത്ത് കിടന്ന് ഏതാ 1,83,040 രൂപ, അതവിടെ എഴുതണം. എന്നിട്ട് ഇവിടെയുള്ള തൻ്റെ ഈ മൈനസ് 10,560 അവിടെ കൊണ്ടുപോകും. അപ്പോൾ അത് പ്ലസ് ആവും. പ്ലസ് 10,560. ഇനി തൻ്റെ ഈ മൈനസ് 17,600 ഇല്ലേ, അത് അപ്പുറത്ത് കൊണ്ടുപോകണം. മൈനസ്, അതായത് 17,600 ഇവിടെ പ്ലസ് ആണ്, അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും. മൈനസ് 17,600, 17,600 രൂപ. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് പർച്ചേസ് കിട്ടും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 1,83,040 10,560 രൂപ കൂട്ടി 17,600 രൂപ കുറച്ചാൽ പർച്ചേസ് കിട്ടും. അപ്പോൾ ഈ കിടക്കുന്നതിൽ ഒരു ഉത്തരമാണ് പർച്ചേസ്. നിങ്ങൾ കൂട്ടി കുറച്ചെടുത്ത് 18,000 അല്ല, ഇവിടെ നമുക്ക് പറയാൻ പറ്റും 1,83,040 പ്ലസ് 10,560. 10,560 ഇത് രണ്ടും കൂടെ കൂട്ടുക. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടാം? 0 0, ഇവിടെ 6, ഇത് 3 9 1. 1,93,600 രൂപ കിട്ടും. ഇതിൽ നിന്ന് 17,600 രൂപ കുറയ്ക്കണം. 17,600 കുറച്ചാൽ എത്ര കിട്ടാം? 0 0 0 6 അല്ലേ, 6 പിന്നെ 7 1. 1,76,000 രൂപ കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഉണ്ട്. ഇതാണ് ഉത്തരം, 1,76,000. അപ്പോഴെങ്ങനെയൊക്കെ നോക്കി, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ആ ഫോമുല നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഇരിക്കണം. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഈ ഫോമുല നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏത് വേരിയബിൾ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ഏതും. ഇവിടെ ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാം, ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാം, പർച്ചേസ് കണ്ടുപിടിക്കാം, ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ അത് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് ഏത് വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. ഈ പ്രോബ്ലത്തിൽ നമ്മളോട് ആവശ്യപ്പെട്ടത് പർച്ചേസ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ തീർന്നു. നമ്മൾ 3-4 ക്വസ്റ്റ്യൻസ് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് അടുത്ത ദിവസം പറയാം. ഓക്കെ, താങ്ക് യു.